ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന നമ്മുടെ രാമായണ പ്രഭാഷണത്തിൽ ഇന്ന് നമുക്ക് 27ാമത്തെ ഭാഗത്തേക്കാണ് കടന്നു ചെല്ലേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മുടെ കൈകേയി മാതാവിനോട് മന്ദര പറഞ്ഞുകൊടുത്ത ദുഷിച്ച വാക്കുകൾ കേട്ട് ദശരഥൻ്റെ മുന്നിൽ ക്രോധാലയത്തിൽ കിടക്കുകയാണ് കൈകേയി അമ്മ. അപ്പോൾ ഈ കൈകേയിയോട് വളരെ വ്യക്തമായിട്ട് മന്ദര പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദശരഥൻ വന്നിട്ട് പല കാര്യങ്ങളും പറയും. എന്താ പറയാ? നീ ചോദിക്കുമല്ലോ, ഈ 2 ഭരത്തിന് വേണ്ടി ചോദിക്കും. ഈ 2 ഭരത്തിന് ചോദിക്കുമ്പോൾ ഒന്നെന്താണ്, ശ്രീരാമചന്ദ്രനെ അങ്ങ് വനത്തിലേക്ക് അയക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇവിടെ ഭരതനെ രാജാവാക്കണം. ഈ 2 വരം ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ദശരഥൻ പലതും പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കും. പക്ഷെ സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം മാത്രമേ നീ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ദശരഥൻ സത്യം ചെയ്ത് പറയുന്നത്. എന്താണ്? എൻ്റെ ശ്രീരാമനാണ് സത്യം, ഞാൻ എന്ത് കാര്യം വേണമെങ്കിലും സാധിപ്പിച്ചു തരാം. ഒരാള് നിനക്ക് മോശക്കാരനാണെന്ന് തോന്നുന്നുണ്ട, അവനെ ഞാൻ ഇല്ലാതെയാക്കാം. നിനക്ക് ഒരു കഴിവില്ലാത്തൊരു സാധാരണക്കാരാണ്, പക്ഷെ അവൻ നിനക്ക് ഇഷ്ടപ്പെട്ടവനാണോ, അവനെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരാം. ഒരാൾ കൊല്ലപ്പെടേണ്ടവനാണ്, ഞാൻ കൊന്നുകളയാം. രക്ഷിക്കേണ്ടവനാണ്, ഞാൻ രക്ഷിക്കാം. തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടെല്ലാം പറയുന്നറിയാം, എൻ്റെ ശ്രീരാമനാണ് സത്യം, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ എല്ലാം സാധിപ്പിച്ചു തരാം എന്നുള്ളൊരു വാക്ക്. ഈ വാക്ക് നമുക്ക് പിന്നീട് വരാം, എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഉടൻ തന്നെ കൈകേയിക്ക് സന്തോഷമായി. കൈകേയി ഉടനെ പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ, സത്യം പറഞ്ഞതു നേരെങ്കിലെന്നോട് പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ, വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. ദശരഥന്റെ ഈ വാക്ക് കേട്ടപ്പോൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് കൈകേയിക്ക് ചാടി എഴുന്നേറ്റു. എൻ്റെ രാജാവിനോട് പറയാണ്, സത്യനിഷ്ഠനായ അങ്ങ് എന്നോട് പറഞ്ഞത് നേരാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ അങ്ങയോട് പറയാം. ശരി, പറഞ്ഞോളൂ, എന്താണ് പറയുന്നത് നോക്കാം. എങ്കിലോ പണ്ടു സുരാസുരയോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ, സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയിരയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടു വരങ്ങൾ തരീകെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കല്ലതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. കേട്ടല്ലോ, കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. എന്താ പറഞ്ഞിരിക്കുന്നത്? പണ്ട് അസുരന്മാരും സുരന്മാരും ദേവന്മാരും നമ്മുടെ യുദ്ധം ഉണ്ടായല്ലോ. ആ യുദ്ധത്തിൽ അങ്ങയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ എൻ്റെ സഹായം കൊണ്ട് അങ്ങയ്ക്ക് ഒരുപാട് സങ്കടം ഞാൻ ഇല്ലാതാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് അങ്ങ് സന്തോഷിച്ചിട്ട് എനിക്ക് പറഞ്ഞു 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ പണ്ട്. ആ വരങ്ങൾ ഇപ്പോൾ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞു? എനിക്ക് ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞിട്ട്
കാലം കുറേ കഴിഞ്ഞു. അപ്പോൾ അന്ന് ദശരഥന് യുവാവായിരിക്കുന്ന സമയം കൂടിയായിരുന്നു. ഇന്ന് വാർദ്ധക്യത്തിലെത്തിയപ്പോഴാണ് ഇവർക്കൊരു ബോധോദയം ഉണ്ടായത്, ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അത് എനിക്ക് ഇപ്പോൾ തന്നാൽ നന്നായിരിക്കും, അങ്ങ് സത്യസന്ധനാണല്ലോ. അപ്പോൾ ഇപ്പോൾ സത്യം ചെയ്ത് പറയുകയും ചെയ്തു, എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. എനിക്ക് മറ്റൊന്നും വേണ്ട, അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ സാധ്യമാക്കി തന്നാൽ മതി. ആദ്യം പറഞ്ഞ കാര്യം, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഇനി കാര്യം പറയാൻ വേണ്ടി പോവാണേ. എന്നതിലൊന്നു രാജാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും, പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ, കാലം 14 വത്സരം വാഴണം, മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം, രാമനുഷസി വനത്തിനു പോകണം, എന്നിവ 2 വരങ്ങളും നൽകുകിൽ, ഇന്നു മരണം എനിക്കില്ല നിർണയം. നോക്കൂ, എത്ര ഭീകരമായൊരു വാക്ക കേൾക്കുന്നു നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? 2 വരം വന്ന് തരാമെന്ന് പറഞ്ഞു. ആ വരം എനിക്ക് ഇപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു. ശരി, എന്താ അതെന്ന്? ഒന്ന് രാജാഭിഷേകം, അത് ഇന്ന് ഭരതന് ചെയ്യണം. പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് പോകണം. എപ്പോഴെങ്കിലല്ല, ഇന്ന് തന്നെ പോകണം. എങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പോയാൽ പറ്റില്ല. എങ്ങനെ പോകേണ്ടത്? താപസ വേഷത്തിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. മാത്രമല്ല 14 വർഷം ഫലമൂലാദികൾ കഴിച്ചിട്ടേ ജീവിക്കാവൂ. മറ്റുള്ള ഭക്ഷണമൊന്നും കഴിക്കാനും പാടില്ല. കാരണം വെച്ചാൽ ശോഷിച്ചിട്ട് 14 കൊല്ലാകുമ്പോൾ നശിച്ചു പോകണം എന്നുള്ള വിധത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ താപസ വേഷം ധരിച്ച് ഫലമൂലകൾ ഭക്ഷിച്ച് വനത്തിലേക്ക് പോകണം. എന്നിട്ടോ ഭൂമി എന്നുവെച്ചാൽ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ഭരതനെ തന്നെ ആക്കണം. രാമൻ നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ഇവിടുന്ന് വണ്ടി വിട്ടുകൊള്ളുക. എവിടത്തേക്ക്? വനത്തിലേക്ക്. ഈ ഏതെങ്കിലും കാരണവശാൽ ഈ വരം എനിക്ക് തരാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, യാതൊരു സംശയവുമില്ല. വാക്കാണ്, വാക്ക് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് പാലിക്കാൻ തയ്യാറാവും വേണം എന്നു കൈകേയി പറഞ്ഞോരനന്തരം, മന്നവൻ മോഹിച്ചു വീണാനവനിൽ, വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭൂവി സജ്വര തേജസാ വീണിതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ, മൃത്യുസമയമുപസ്ഥിതമാകയോ. കിം കിമേതൽ കൃതം ശങ്കരാ ദൈവമേ, പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ. ദീർഘമായി വീർത്തു വീർത്തേവം മുര ചെയ്തു. നോക്കൂ, ഒരു ഇടിവെട്ടും പോലെയുള്ളൊരു വാക്കാണ്, ഹൃദയത്തിലേക്കൊരു ശൂലം കുത്തിക്കയറുന്നത് പോലെയുള്ളൊരു വാക്കാണ് ആരിൽ നിന്ന് വന്നത്? കൈകേയിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ ബോധം അങ്ങോട്ട് പോയി, മോഹാലസ്യത്തിൽപ്പെട്ടു, അവിടെ കിടന്നു. കാരണം
ഒരു നിമിഷം പോലും രാമനെ പിരിഞ്ഞിരിക്കുവാൻ ദശരഥനാവില്ല. മക്കൾ, ഇവിടെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, പണ്ടു ദശരഥ മന്നൻ മക്കളില്ലാതെ ദുഃഖിച്ച കാലം, പുത്രകാമിഷ്ടി കഴിച്ചു മക്കളുണ്ടായി 4 പേരപ്പോൾ. ഇത് കുഞ്ഞുണ്ണി മാഷല്ല, പട്ടേൽ പ്രഭാകരന്റെ കുട്ടികളുടെ രാമായണത്തിൽ പറഞ്ഞ. അപ്പൊ മക്കളില്ലാതെ ദുഃഖിച്ച് കഷ്ടപ്പെട്ട് ഒരു ഉണ്ണിക്കാല് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് കിട്ടിയതാണ് രാമനെ. ആ രാമനെ പിരിയുക എന്നുള്ളത് ഹൃദയം പറിച്ചെറിയുന്നതിന് തുല്യമാണ്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ ദശരഥൻ അവിടെ മോഹാലസ്യത്തിൽ അവിടെ വീണുപോയി. എന്ത് ചെയ്യും? വജ്രമറ്റ അദ്രിയിൽ പതിച്ച പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ക്രൂരമായിട്ടുള്ളതാണ്. ഒരു വജ്രം എന്ന് പറയുന്ന ആയുധമുണ്ടല്ലോ, അത് ഏറ്റിട്ട് പർവ്വതം എങ്ങനെയാണോ തരിപ്പണമായത് അതുപോലെയാണ് അവിടെ വീണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നു, കരയാൻ തുടങ്ങി. ഈ കരയുന്ന അവസരത്തിൽ അയാൾക്കൊരു സംശയം, ഞാൻ കേട്ടത് സത്യമാണോ? ഈ ദുസ്സഹ്യമായ വാക്കുകൾ ഞാൻ എന്താണിത്, എവിടുന്നാണ് കേട്ടത്? ഇത് സ്വപ്നമാണോ എന്ന് പോലും അയാൾ ചിന്തിച്ചു പോയി എന്നാണ് പറയുന്നത്. അതല്ല, എനിക്ക് മാനസികമായിട്ട് ചിത്തഭ്രമം വന്നുപോയോ? ഇനി അതുമല്ല, എനിക്ക് മരണമെടുത്തു. സാധാരണഗതിയിൽ നമ്മളുണ്ടാവല്ലോ, മരണമെടുക്കുമ്പോൾ പലതും മോശമായത് പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ എനിക്ക് മരണമെടുത്തു പോയോ ഭഗവാനെ, ശങ്കര, ദൈവമേ എന്നിവിടെ പറയുകയാണ്. എന്നിട്ട് വ്യാഘ്രിയെപ്പോലെയാണത്, പെൺകടുവയെപ്പോലെ അരികത്തിരിക്കുന്ന മൂർഖമതിയായിട്ടുള്ള ആ കൈകയോട് ശ്വാസം വിട്ടുകൊണ്ട് ദശരഥൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ, എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ, മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോളുര ചെയ്വതിനെന്തു കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യ ദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദം ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? ഇവിടെ പറയണേ, നിനക്കിത് എന്താ ഇങ്ങനെ പറയാൻ തോന്നിയത്? നീ മുമ്പ് പറഞ്ഞെന്താ? കൗസല്യൊന്നോ കൈകയൊന്നോ ഭവഭേദം ശ്രീരാമനില്ല, എന്നോടാണ് ശ്രീരാമൻ എപ്പോഴും ഇഷ്ടം എന്നല്ലേ നീ പലതവണയും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും നീ എന്തേ ഇങ്ങനെ നിനക്ക് മനസ്സിൽ തോന്നാൻ കാരണം എന്താണ്? എന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ഭരതനെ രാജാവാക്കിക്കോളൂ. പക്ഷെ എന്തിനാ എൻ്റെ രാമനെ വനത്തിലേക്ക് അയക്കുന്നത്? അതെൻ്റെ ജീവന് ഹാനി വരെ ഉണ്ടാക്കുന്നതല്ലേ ഭദ്രേ, പ്രിയേ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവസരത്തിൽ മന്ദര പറഞ്ഞൊരു വാക്ക് അത് വളരെ കാഠിന്യത്തോടു കൂടി ഇവിടെ മനസ്സിലങ്ങോട്ട് തറഞ്ഞു നിൽക്കുക. എന്താണെന്നറിയോ? പറയും ചിലപ്പോൾ ഭരതനെ രാജാവാക്കാം, അതുമാത്രമല്ല നിനക്ക് വേറെ രാജ്യം തരാം എന്നൊക്കെ പലതും പറയും, പല പ്രലോഭനങ്ങളുണ്ടാവും. പക്ഷെ നീ വിട്ടുകൊടുക്കരുത്, ഇപ്പോൾ പിടിച്ചാലേ കിട്ടൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ അവിടെ ഉറച്ചു നിൽക്കുകയാണ് അവൾ. രാമനാലേതും ഭയം നിനക്കുണ്ടാക, ഭൂമിപതിയായി വരദനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹിപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിടിനാൾ,
ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമാ സത്യവാക്യങ്ങൾ ചൊല്ലിടിനാൻ പങ്കജനേത്രനാം രാമൻ ഉഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. വളരെ കർശനത്തോടു കൂടി നേരത്തെ പറഞ്ഞു വ്യാഘ്രിയെപ്പോലെ ഒരു പെൺകടുവയെപ്പോലെ പറയുകയാണ്, നിങ്ങൾ എന്തൊരു ഭ്രാന്താണ് പറയുന്നത്. അങ്ങ് നേരത്തെ സത്യം ചെയ്ത് പറഞ്ഞത് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന്. മുന്നേ എൻ്റെ അടുത്ത് 2 തവണ വരം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ കാര്യമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളത്. തരാൻ പറ്റാത്ത വാക്കൊരിക്കലും പറയരുത്. അങ്ങനെ പറയുന്ന ആൾക്കാർ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരുമെന്ന് അങ്ങേക്കറിയില്ല അസത്യവാക്യങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ടൊരു കാര്യം തറപ്പിച്ച് പറയാം, നാളെ രാവിലെ ശ്രീരാമചന്ദ്രൻ വനത്തിന് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ അങ്ങയുടെ മുന്നിൽ വെച്ച് ഞാൻ ജീവത്യാഗം ചെയ്യും എന്നാണ് പറയുന്നത്. നോക്കണം, ഈ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലുണ്ടാകും. ഈ ഒരു സന്ദർഭം ഈ ഒരു കാരണമല്ല വനത്തിലേക്ക് മക്കളെ അയക്കേണ്ട കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, മക്കളെ ഗൾഫിലേക്ക് അയക്കേണ്ട കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. നിർണായകമായ ചില പ്രശ്നങ്ങൾ, ഈ പ്രശ്നം നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇതിന് കാരണം എന്താ അറിയോ? ദശരഥനാണ്. ഇതിന് കാരണം എന്താണെന്നറിയോ? മന്ധരയാണ്. ഇതിന് കാരണം കൈകേയിയാണ്. ഇനി ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും വലിയൊരു തത്വമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദശരഥന് ഒരു വരം കൊടുത്തിട്ടുള്ളത്. ദശരഥന്റെ ഒരു ന്യൂനത നമ്മൾ ശ്രദ്ധിക്കണം. ഈ ന്യൂനത നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്താ ന്യൂനത? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഞാൻ എന്തു കാര്യവും സാധിപ്പിച്ചു തരാമെന്നൊരു വാക്ക് കൊടുക്കല് നമുക്കുണ്ടാവുമല്ലോ. ആരെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മളോട് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങളൊന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം, ഞാനല്ലേ ഉള്ളത്, എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാൽ ഞാൻ നടപ്പിലാക്കി തരാമെന്ന് പറയും. ഒരിക്കലും കാര്യമറിയാതെ ഒരാൾക്ക് വാക്ക് കൊടുക്കരുത്. കാര്യം അറിഞ്ഞതിന് ശേഷമേ വാക്ക് കൊടുക്കാവൂ. എന്ത് കാര്യങ്ങൾ, ഇപ്പം കൈകേയിയോട് അവിടെ കരഞ്ഞിരിക്കുന്ന സമയത്ത് നീ കാര്യം എന്ന് വെച്ചാൽ പറയണേ, വേറെ പണിയുണ്ട്, നീ എന്താ വെച്ചാൽ പെട്ടെന്ന് പറയൂ, എനിക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നടപ്പിലാക്കി തരും, അല്ലാതെ എൻ്റെ രാമനാണ് സത്യം, ഞാൻ 100% നടപ്പിലാക്കുമെന്ന് പറയുന്നത് തെറ്റ്. അതിനു മുമ്പ് സുരാസുര യുദ്ധത്തിൽ അവിടെ പറഞ്ഞു നിനക്ക് 2 വരം തരാമെന്ന് പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാക്കുകൾ പറയുന്നു. ഇതേ വാക്കാണ് മുമ്പ് വിശ്വാമിത്രനോടും പറഞ്ഞിട്ടുള്ളത്. വനത്തിലേക്ക് ഈ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നല്ലോ. കൂട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോൾ ആ വിശ്വാമിത്രനോട് പറഞ്ഞറിയാം, അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാമനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആശയക്കുഴപ്പത്തിലായത്. അന്ന് രക്ഷിക്കാൻ വസിഷ്ഠൻ ഉണ്ടായിരുന്നു, ഇത് മംഗളകരമാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എന്ത് കാര്യവും ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു വാക്ക് കൊടുത്തു പോയാൽ ആ വാക്ക് പിന്നീട് നമുക്ക് മാറാൻ കഴിയില്ല. സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരാളോടും, ഭാര്യയോടാവട്ടെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് ആ സ്നേഹിക്കുന്ന പെണ്ണിനോടും പുരുഷനോടും പറയും ഞാൻ നിനക്ക് അങ്ങനെ ആക്കി തരാം, ഇങ്ങനെ ആക്കി തരാൻ ഒരു വീരവാദം പറയും. കല്യാണം കഴിഞ്ഞാലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കാര്യം പറഞ്ഞിട്ട് അവർക്ക് അടിയുണ്ടാവും അവിടെ. അതുപോലെ തന്നെ ഭാര്യമാരോടായാലും മക്കളോടായാലും ഭർത്താവിനോടായാലും നമുക്ക് സാധ്യമാകുന്നത് മാത്രം പറയുക. അയൽവാസികളോടായാലും ആരോടായാലും നമ്മൾക്ക് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിനും വാക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ ദശരഥനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടെ ദശരഥൻ അന്ന് 2 വരം കൊടുക്കുന്നു. ഈ 2 വരം കൊടുക്കുന്ന സമയത്ത് കൈകേയി പറഞ്ഞെന്നറിയോ, എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് പിന്നീട് മതി, ആവശ്യമുള്ള സമയത്ത് ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇങ്ങനെ നമ്മളോട് പറയുകയാണെങ്കിൽ അന്ന് ദശരഥൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 2 വരം വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളാം, പിന്നെ തരില്ല. ഇതായിരിക്കണം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചോളാം, പിന്നെ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഒരാൾക്കൊരു പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ കൊണ്ട് അവരുടെ അടുത്ത് വരുമ്പോൾ നിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിൻ്റെ അടുത്ത് വെച്ചോ, അല്ലെങ്കിൽ പിന്നീട് ആവശ്യം ഉണ്ടാകുമ്പോൾ തന്നാൽ മതി.
ശരി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താവും? ബുദ്ധിമുട്ടാവും. അതിന് പേരിൽ നമ്മൾ തെറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതും പിന്നത്തേക്ക് വെക്കരുത്. ഏത് കടങ്ങളും അന്നേരം തന്നെ കൊടുത്ത് തീർക്കണം. അത് ബാങ്ക് ലോണായാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ വാക്കായാലും വേണ്ടില്ല, മറ്റാർക്കും കൊടുക്കാനുള്ളതായാലും വേണ്ടില്ല. എന്ത് കാര്യമുണ്ടായാലും കൊടുക്കാനുള്ളത് അതൊന്നേരം തന്നെ കൊടുത്ത് തീർക്കണം. നാളത്തേക്ക് എന്ന് വെക്കരുത്. കാരണം നമ്മൾ നാളെ വരെ ജീവിക്കുമെന്ന ഉറപ്പ്. എന്താ ഉറപ്പ്? നാളെ വരെ ജീവിക്കുമെന്ന് ആർക്കും ഉറപ്പുണ്ടോ? സംസാരിച്ചുകൊണ്ട് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. സുഹൃത്ത് എന്നല്ല, എന്നെക്കാളും കുറച്ച് പ്രായമുള്ള ആളാണ്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം മരിച്ച കേട്ടപ്പോൾ എനിക്കെന്നെ ആകെ അത്ഭുതം തോന്നി. കാരണം വെച്ചാൽ നല്ലൊരു മരണമാണ്, പക്ഷേ മനസ്സിനുള്ളൊരു വിങ്ങലി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഇരുന്ന് ഇതേപോലെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ 4ാം നിലയിലാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ താഴെ വന്നിട്ട് ഈ സുഹൃത്ത് വന്നപ്പോൾ ഇദ്ദേഹം ആ മുകളിലെ ബാൽക്കണിയിൽ നിന്നിട്ട് കൈ കാണിച്ചു, വരാൻ വേണ്ടി പറഞ്ഞു. മുകളിലേക്ക് വന്നു. അപ്പുറം ഇപ്പുറം കസേര ഇട്ട് മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുന്നു. അദ്ദേഹം എന്തോ ചോദിച്ചു, ഇദ്ദേഹം എന്തോ പറയുന്നു, ഇദ്ദേഹം എന്തോ ചോദിച്ചു, അദ്ദേഹം പറയുന്നു. വീണ്ടും അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യത്തിന് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ വർത്തനം പറയുകയാണ്. അവിടെ തന്നെയായി. പിന്നെ ഇല്ല. ഏതൊരു ബിസിനസ്സുകാരെ സംസാരിക്കാൻ വന്നയാ. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ പല ആൾക്കാരോട് പലതും പറയും. നമ്മൾ നാളെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം 25-ാം തീയതി നമുക്ക് ഇന്ന് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. എന്താ ഉറപ്പ്? 18-ാം തീയതി ഞാൻ നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ ഇടപാടുകളും തീർത്തിരിക്കും. എന്താ ഉറപ്പ്? ഏതൊരാളും ഏത് നിമിഷവും കൊഴിഞ്ഞു വീഴും. ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിൽ വീരവാദം പറ്റുന്ന കാര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എത്രയും പൊട്ടുന്ന ആ കടങ്ങളെല്ലാം തീർത്തേക്കണം. നാളത്തേക്ക് വെക്കരുത്. ആ കടത്തിൻ്റെ പേരിലാണ് എന്നേരം നമ്മൾ കൃത്യമായിട്ടൊരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ബാങ്ക് ലോൺ എടുത്തു. ആ ബാങ്ക് ലോൺ എടുത്ത് അന്ന് നമുക്ക് കൃത്യമായി ജോലി ഉണ്ട്. നമുക്ക് മാസത്തിൽ പരമാവധി പൈസ അടക്കാം. മാസത്തിൽ 2000 അടക്കണ്ടെങ്കിലും 4000 രൂപ വരെ അടക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ 4000 5000 വെച്ച് അത് പെട്ടെന്ന് അടച്ച് തീർക്കാം. ഇല്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എന്തെങ്കിലും അസുഖം പിടിച്ച് കിടപ്പിലായിരിക്കട്ടെ, മൊത്തം തകിടം പറയും. മാത്രമല്ല പിന്നീട് ഓരോ കടങ്ങൾ, ഈ കടം വീടാൻ വേണ്ടി വേറെ സ്ഥലത്ത് കടം വാങ്ങണം, അതും കൂടും. അങ്ങനെ കടങ്ങൾ പെരുകി നമുക്ക് നിൽക്കക്കള്ളിയില്ലാതെയാകും. അതുകൊണ്ട് ഒരു കടങ്ങളും ബാക്കി വെക്കരുത്. അത് വാക്കായാലും വേണ്ടില്ല, സാമ്പത്തികമായാലും വേണ്ടില്ല, പ്രവൃത്തിയായാലും വേണ്ടില്ല, ഒന്നും ബാക്കി വെക്കരുത്. ഇവിടെ ദശരഥൻ അന്ന് ആ വരം കൈകേയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കൈകേയി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേരം തന്നെ പറഞ്ഞാൽ മതി, പിന്നെ ചോദിച്ചാൽ തരാൻ കഴിയില്ല. ഇപ്പോൾ വേണമെങ്കിൽ തരാം, നാളെ ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വേണോ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിഷയമില്ല. അപ്പോൾ അത് ചെയ്തത് ദശരഥൻ്റെ 2ാമത്തെ തെറ്റ്. നാളത്തേക്ക് വെക്കരുത്. ഇനി ഇവിടെ ഈ കൈകേയി മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പരിണത ഫലം എന്താണെന്നറിയോ? ഈ കുടുംബം തകരും. തൻ്റെ ഭർത്താവിന് പോലും ജീവഹാനി വരാൻ പോവുകയാണ്. കാരണം എന്താ? മറ്റുള്ളവരുടെ വാക്ക് കേട്ടതുകൊണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അത് എൻ്റെ കുടുംബത്തിന് ദോഷകരമാകുന്ന ഏത് വാക്കായാലും നമ്മൾ ഒരിക്കലും അത് കേൾക്കാനോ അനുസരിക്കാനോ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടാനോ പാടില്ല എന്നുള്ളത് 3ാമത്തെ തത്വം. നിരവധി തത്വങ്ങളുടെ കൂടാരാണിത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടാനേ പാടില്ല. 4ാമതൊരു തത്വം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ ഒരിക്കലും ആകരുത്. കൈകേയി ആവാൻ പാടില്ല, ദശരഥനാവാൻ പാടില്ല, മന്ദരയാവാൻ പാടില്ല. ഈ 3 കഥാപാത്രങ്ങളെയും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. കാരണം ഇവരാണ് ഈ രാമായണത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാവരുത്. രാമായണം വെറുതെ വായിച്ചു പോകേണ്ട സാധനമല്ല. അതിൽ ഓരോ തത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നർത്ഥം. തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ, മനവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം, സത്യസന്ധൻ ഭുവിരാജാ ദശരഥൻ, എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം.
സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപദേ വൃത മിഥ്യയാക്കിയിടിലോ. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നു കിടന്നു മകൻ, തെന്നെയോർത്തു കരഞ്ഞു പറഞ്ഞു സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരിന്നിവരെല്ലാം മംഗല വാദ്യസ്തുതി ജയശബ്ദേന സംഗീതവേദങ്ങൾ എന്നിവറ്റെ കൊണ്ടു പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈകൊണ്ടു നിന്നാരവർകളും. ഇവിടെ ഈ കൈകേയിയുടെ ഈ കഠോരമായിട്ടുള്ള ഈ വാക്കുകൾ ദശരഥന് താങ്ങാവുന്നതിലേറെയായിരുന്നു. ഒരു കാലത്തും എൻ്റെ മരണം വരെ തൻ്റെ മകനെ വിട്ടു നിൽക്കേണ്ടി വരുമെന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. നമുക്കുണ്ടല്ലോ അങ്ങനെ. നമ്മളും ചെറിയ ആൾക്കാരെ അപാരമായ സ്നേഹം കൊണ്ട് മുഴുക്കുമുട്ടിക്കും. മക്കള്, ഭാര്യ, ഭർത്താവ് എല്ലാം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അച്ഛൻ, അമ്മ. പക്ഷേ ഇവരെ എല്ലാം ഒരു നാൾ നമ്മൾ പിരിയേണ്ടി വരും. ഇവിടെ ദശരഥന്റെ ചിന്ത ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്താ? രാമനെ പിരിയേണ്ടി വരികയില്ല. അങ്ങനെ ഏത് നിമിഷത്തിലും രാമനെ പിരിയേണ്ടി വരുമെന്നൊരു ചിന്ത ആദ്യം മുതലേ ഉണ്ടായിരുന്നെങ്കിൽ ദശരഥന് ഈ ദുഃഖം ഉണ്ടാകില്ല. എന്നാൽ നമ്മൾക്കും ഇത് തന്നെയല്ലേ അവസ്ഥ? നമ്മുടെ മക്കളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ നമ്മുടെ ഹൃദയം പിടയുന്നില്ലേ? ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നില്ലേ? അച്ഛനോ അമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ട് വരുന്നാൽ മക്കൾക്കൊരു വിഷമം ഉണ്ടാകുന്നില്ലേ? ഏതൊരവസരത്തിലും അവർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുന്നില്ല അല്ലേ? എപ്പോഴായാലും ഒന്നിച്ചു വന്നവർ ഇടയ്ക്ക് മടങ്ങിയേക്കാം. എപ്പോഴായാലും അവർ മടങ്ങിപ്പോകേണ്ടതാണ്. നമ്മളും ഒരു കാലത്ത് പോകേണ്ടതാണ്. ഒരു ബസ് യാത്ര ചെയ്യുക. നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലരെയും കാണും. ഇപ്പം ട്രെയിനിലാണെങ്കിലും നമ്മൾ പലരെയും കാണും. അവരോട് നമ്മൾ പരിചയപ്പെടും. അടുത്തിരിക്കുന്ന ആളോട് വർത്തമാനം പറയും, കുശലം പറയും, ഭക്ഷണങ്ങൾ പങ്കുവെക്കും. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഓരോ ആൾക്കാരും ഇറങ്ങി പോകും. പുതിയ ആൾക്കാർ കയറി വരും. അവരായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കും. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ കാലയളവിൽ ഇത്രയും വയസ്സിനിടയിൽ എത്ര ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അവരൊക്കെ ഇന്ന് നമ്മുടെ മുന്നിലുണ്ടോ? എത്ര ബന്ധുക്കളായ ആൾക്കാർ വന്നു. ചില ആൾക്കാർക്ക് അച്ഛനും അമ്മയുമായിരുന്നു ആദ്യം നല്ല സ്നേഹമുണ്ടായിരുന്നത്. നമ്മൾ വിവാഹം കഴിച്ചൊരു കുട്ടികളൊക്കെ ആയപ്പോൾ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു. അവരോടായി സ്നേഹം. അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഉടൻ തന്നെ ഭാര്യയോട് സ്നേഹമായി. പിന്നീട് ഭാര്യയുമായി വന്നതിന് ശേഷം മക്കളായപ്പോൾ അങ്ങോട്ടേക്കായി സ്നേഹം. നോക്കൂ, ഈ അവസരത്തിൽ നമ്മളോടൊന്നിച്ച് യാത്ര ചെയ്ത നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടാകും. അങ്ങനെ നിരവധി ആൾക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ പലരും വിട്ടു പിരിഞ്ഞു പോകുന്നു. പുതിയ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? നമ്മുടെ ഈ യാത്രയിൽ ഓരോ ആൾക്കാരും കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരും കൊഴിഞ്ഞു പോകും എന്ന് നമ്മൾ ചിന്തിക്കണം. പലരും. അത് ഭാര്യയാവട്ടെ, മകനാവട്ടെ, മകളാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, സഹോദരിയാവട്ടെ, സഹോദരനാവട്ടെ, ആരും ആവട്ടെ. ദശരഥന് ആ ചിന്തയുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദശരഥനെ ഈ മുറവിളി കൂട്ടുന്നത്. നമ്മൾക്കും ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ് മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കൈകേയിയുടെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ
തൻ്റെ മകനെ പിരിയേണ്ടി വരുമെന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ സത്യപ്രതിജ്ഞ ലംഘനം ചെയ്യേണ്ടി വരും. രണ്ടും ഒരേപോലെയാണ്. സൂര്യവംശത്തിലെ രാജാക്കന്മാർ ഒരിക്കലും സത്യത്തെ ലംഘിച്ചിട്ടില്ല. അപ്പൊ സത്യത്തെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മകനെ ഉപേക്ഷിക്കേണ്ടതായി വരും. മകനെ ഉപേക്ഷിക്കുന്നില്ല എങ്കിലോ സത്യത്തെ ലംഘിക്കേണ്ടതായി വരും. ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലത്തെ ഒരവസ്ഥ നമുക്കുണ്ടാവാറില്ല. ഇതാരുണ്ടാക്കിയതാ? നമ്മൾ ഓരോ ആൾക്കാരും നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം ഈ ദുഃഖം ഇങ്ങനെ കടിച്ചമർത്തി ചിന്തിച്ച് പലതവണ ബോധം കെട്ടുവും, ബോധം വരുന്ന സ്ഥലത്ത് വീണ്ടും ഇത് തന്നെ ചിന്തിക്കും, വീണ്ടും മോഹാലസ്യത്തിൽപ്പെടും. ഇങ്ങനെ കരഞ്ഞ് വീർത്ത് തളർന്ന് അവശനായിട്ട് ഏതോ ഒരു അവസരത്തിൽ അദ്ദേഹം അവിടെ കിടന്നുറങ്ങിപ്പോയി. സൂര്യനുദിച്ചു. ഇനി നാളെ രാവിലെയാണ് അഭിഷേകവും മറ്റു കാര്യങ്ങളൊക്കെ. ഈ അവസരത്തിൽ ആ ആൾക്കാർ, അവിടുത്തെ കൊട്ടാരത്തിലെ പലരും അഭിഷേകത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കടന്നു വരിക. അപ്പോൾ ആദ്യത്തെ വേണം ഇവരൊക്കെ പള്ളിക്കുറിപ്പ് എഴുന്നേൽപ്പിക്കുക എന്ന് പറയാം. ശരി, ഇവർ കിടന്നുറങ്ങുന്നിടത്ത് വിളിച്ചുണർത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ വിളിച്ചുണർത്തുന്ന അവസരത്തിൽ സ്തുതിപാഠകരാണ് എത്തുക. ഗായകന്മാരും സ്തുതിപാഠകരും മംഗളവാദ്യങ്ങളൊക്കെ ജയവേരിയൊക്കെ മുഴക്കിക്കൊണ്ടാണ് പള്ളിക്കുറിപ്പ് ഉണർത്തുക. എന്നാൽ അവിടെ വലിയൊരു തത്വമുണ്ട് കേട്ടോ. നമ്മളൊക്കെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ അയൽവാക്കത്തെ തെറിവാക്കായിരിക്കും കേൾക്കുക. ഇനി അതല്ലെങ്കിൽ മക്കളൊക്കെ കൂടുതൽ സമയം കിടന്നുറങ്ങിയെന്നിരിക്കട്ടെ, എപ്പോഴായിരിക്കും അമ്മ പറയും, ഈ കാലം എന്തൊരു ഉറങ്ങുന്നത്. ആ കുട്ടികളെ എന്തൊക്കെയോ പറയും, അതൊക്കെ പറയും. ഇതും കേട്ടുകൊണ്ട ഒരു ദിവസം വരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ ചില മംഗളകരമായ സ്തുതി വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ ഉണരണം. ആരെ സ്തുതിക്കുന്നത്? ഒന്നിക്കൽ ഈശ്വര സ്തുതി കേട്ടുകൊണ്ട് നമ്മൾ ഉണരണം. ഇത് എപ്പോഴാണ് ഈശ്വര സ്തുതി നമ്മൾ കേൾക്കുക? പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പാട്ട് വെക്കാറില്ലേ? സ്തുതി. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരോ. ഇങ്ങനെയുള്ള സ്തുതികൾ കേൾക്കണം. അതിന് സ്തുതി കേൾക്കണമെങ്കിൽ ആ സമയത്ത് എഴുന്നേറ്റരല്ലേ കേൾക്കുക. അതുകൊണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പാട്ട് വെക്കുന്നുണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല. എന്നാൽ രാമായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ സ്തുതിയുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ലഭിക്കുന്ന വിധത്തിലുള്ളൊരു സംവിധാനം നമ്മൾ ഇനി മുതൽ ആരംഭിക്കണം. എന്താണ്? മക്കളാണ്, അല്ല ആരാണോ ഉണരാനുള്ളത് അവരെ സ്നേഹപൂർവം ബഹുമാനപൂർവം അവർക്കൊരു ആവേശം ഉണ്ടാക്കുന്ന വിധത്തിൽ, അവർക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാകുന്ന തരത്തിലല്ലാതെ അവർക്കൊരു ഉണർവുണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകളോടുകൂടി, നല്ല വാക്കുകളിലൂടെ അവരെ ഉണർത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ അവരെ ഉണർത്തുമ്പോൾ അവർക്ക് അന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമായി തോന്നും. അപ്പോൾ വനത്തിൽ പോയപ്പോൾ ഈ പറയുന്ന വിശ്വാമിത്രനും അതുപോലെ ഒന്നിച്ചുണ്ടായ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോഴെന്താണ് ഈ വിശ്വാമിത്രൻ പറഞ്ഞ് അവരെ ഉണർത്തുന്നത്? കൗസല്യയുടെ നല്ല മകനെ, കൗസല്യ സുപ്രജ രാമപൂർവ, ഏറ്റവും നല്ലവനായ മകനെ രാമ എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ അമ്മയുടെ പുന്നാര മോനെ, അല്ല മുത്തേ എഴുന്നേൽക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നത്തെ ദിവസം. ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയോ? നമ്മൾക്ക് നിന്നെയും പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടത്രേ. നീ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ മംഗളകരമാകും. അതുകൊണ്ട് നീ രംഗത്തിറങ്ങൂ. ഇത് ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും എല്ലാവരും ഇത്തരത്തിൽ ഒരാൾ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്തുതികൾ കേട്ടുകൊണ്ട് ഉണരുന്നുണ്ടെങ്കിൽ ആ ദിവസം വളരെ മംഗളകരമായിരിക്കും. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഉണരുന്നതാണ് ഉത്തമം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഈ കൈകേയും ഈ ദശരഥനും ഒന്നിച്ചൊരു ഇതിലാണല്ലോ. അപ്പോൾ പുറത്ത് വന്നിട്ട് അവർ സ്തുതി പാടാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി, അതുപോലെ തന്നെ ജയവേരി മുഴക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ കൈകേയിക്ക് ദേഷ്യമാണ് വന്നത്. എന്താ കാര്യം? ഇവിടെ എങ്ങനെയെങ്കിലും ഈ കാര്യം നേടിയെടുക്കാൻ വരുമ്പോഴാണ് ഇവിടെ വന്ന് ബഹളം വെക്കുന്നത്. മറ്റും അവരെല്ലാം ആട്ടി ഓടിച്ചു കളഞ്ഞു കൈകേയി. നമ്മളും ചെയ്യുന്നത് അത് തന്നെയല്ലേ? ഇത്തരത്തിൽ നമ്മളും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ആ സ്തുതി പാഠകരെ മുഴുവൻ തന്നെ ആട്ടി ഓടിച്ചു ഈ പറയുന്ന കൈകേയി.
ദശരഥനൊന്നും അറിയുന്നില്ല. ദശരഥനാങ്കിലെ അബോധാവസ്ഥയിൽ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. ഈ ഒരവസ്ഥ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലും ഇത്തരം തളർച്ച നമുക്കുണ്ടാവും. ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാമായണത്തിലെ ഓരോ തത്വങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ സാക്ഷാൽ നരനായിട്ടുള്ള നമ്മൾ, നാരിയായിട്ടുള്ള നമ്മൾ നാരായണനായിത്തീരുന്നത്, നാരായണിയായിത്തീരുന്നത്. ഈ ഓരോ തത്വങ്ങളും ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നോക്കണം. വെറുതെ രാമായണം വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ രാമായണ തത്വം നമ്മുടെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഓരോ ആൾക്കാരുടെ വീട്ടിലും രാമന്മാരുണ്ടാവട്ടെ, രാമമാരുണ്ടാവട്ടെ. അതിനെന്ത് വേണം? നമ്മൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന രാമായണ യാത്ര എന്ന് പറയുന്ന ഈ സന്ദേശം ഉണ്ടല്ലോ, പരമാവധി ക്ഷേത്രങ്ങളുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വ്യക്തികൾക്കും എല്ലാം തന്നെ ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളിലൂടെ ഒരാൾക്കെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കും കൂടിയല്ലേ, അത് അയച്ചു കൊടുക്കുക. അവരോട് പറയേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ആരെങ്കിലും ഈ രാമായണ യാത്ര നടക്കുന്ന ഈ ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഇതിന് തുടർന്നുള്ള ഭാഗവും നമുക്ക് കൃത്യമായിട്ട് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ നമുക്കറിയാം, ഒരു ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന ചാനലാണ്. വേറൊരു ചാനലുണ്ട് ആധ്യാത്മികം കുടുംബം എന്ന് പറയുന്നത്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ്, ആ ചാനൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നല്ല, ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അത് കിട്ടുള്ളൂ. അത് ചെയ്താലേ അതിൻ്റെ അത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുക. ചെയ്യുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക. തുടർന്നും ഇത്തരം ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ ഇതിലുണ്ട്, ശ്രേഷ്ഠമായ നിരവധി പ്രഭാഷണങ്ങൾ ഇതിലുണ്ട്, ഹരിനാമ കീർത്തനത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ നിരവധി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഭാവിയിലും വരുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.